ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ 5th ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആയിരുന്നു അല്ലേ, മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജിൽ നിന്നും സ്മോളിലോട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ. ചിൽഡ്രൻ യൂസ് ദെയർ കോഗ്നിറ്റീവ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ടു റീസൺ ആൻഡ് സോൾവ് പ്രോബ്ലംസ്. കുട്ടികൾ അവരുടെ കോഗ്നിറ്റീവ് സ്കിൽ അതല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റീസണിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, then children at first are able to hold the big things by using both arms. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, അവരൊരു വസ്തു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു വസ്തു കൈ കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? അവരുടെ രണ്ട് കൈയും ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ ഒരു വസ്തു ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഏബിൾ ടു ഹോൾഡ് തിങ്സ് ഇൻ എ സിംഗിൾ ഹാൻഡ്. എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം? ആദ്യം കുട്ടികൾ ലാർജ് ഒരുമിച്ചാണ് എല്ലാം കൂടി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് കുട്ടി എന്ത് ചെയ്യും? ഒരു കൈ വെച്ചിട്ട് സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ദെൻ ഓൺലി ഏബിൾ ടു പിക്ക് സ്മോൾ ഒബ്ജക്ട്സ് ലൈക്ക് പീസ്, സെറീൽസ്. ഫസ്റ്റ് എന്താണ് കുട്ടികൾ, ഇപ്പോൾ നമ്മൾ ലാർജ് ടു സ്മോൾ ട്രെൻഡാണെന്ന് പറഞ്ഞു അല്ലേ, മാസ് ടു സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ആദ്യം ബിഗ് ഐറ്റംസ് ആണ് എടുക്കുക. ദാറ്റ് മീൻസ് അവർക്ക് വലിയ വസ്തുക്കൾ, ലാർജ് ആയിട്ടുള്ള തിങ്സ് രണ്ട് ഹാൻഡും ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അവരത് സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് കുറച്ച് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആയതിനു ശേഷം ദെൻ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? വലിയ വസ്തുക്കളാണ് ആദ്യം അവർക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുക. ദെൻ ഓൺലി അവർ കുഞ്ഞു വസ്തുക്കൾ, ചെറിയ ചെറിയ പീസ് അതുപോലെ സെറീൽസ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ധാന്യങ്ങൾ പോലെയുള്ള ചെറിയ വസ്തുക്കൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് അവർക്ക് എന്ത് വേണം? ലാർജ് മസിൽസിൻ്റെ മോട്ടോർ ഡെവലപ്മെൻറ്റ് നടക്കണം. അപ്പോൾ അവർ ആംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുമിച്ച് ഹോൾഡ് ചെയ്യാനാണ് ഫസ്റ്റ് ശ്രമിക്കുന്നതെങ്കിലും അത് കഴിഞ്ഞിട്ട് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ആയതിനു ശേഷം അവർ ഹാൻഡ് യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്യാൻ ശ്രമിക്കും. ദെൻ ഓൺലി ദേ ക്യാൻ പിക്ക് വിത്ത് സ്മോൾ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുള്ളൂ. കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ്. ഓക്കെ, ചിൽഡ്രൻ വെൻ ഏബിൾ ടു ഹോൾഡ് പെൻസിൽ. കുട്ടികൾക്ക് എന്താണ് പെൻസിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റാർട്ട്സ് ഡ്രോ സർക്കിൾസ്, ദ സ്ക്വയേഴ്സ്, ദെൻ ഓൺലി ലെറ്റേഴ്സ്, ആഫ്റ്റർ ദാറ്റ് ദ വേർഡ്സ്. എന്താണ് കുട്ടികൾ ഈ ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം അല്ലേ, മോട്ടോർ ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പെൻസിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യം കുട്ടികൾ എന്താണ് വലിയ വലിയ സർക്കിൾസ് അതുപോലെ സ്ക്വയേഴ്സ്, വലിയ വലിയ തിങ്സ് ആണ് കുട്ടികൾ അത് വെച്ചിട്ട് ആദ്യം സ്ക്രിബിൾ ചെയ്യും. ദെൻ വലിയ വലിയ തിങ്സ് വരയ്ക്കാൻ ശ്രമിക്കും. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ലെറ്റർ എഴുതുന്നത്. എന്നിട്ട് ലെറ്റർ എഴുതിയിട്ട് അത് പെർഫെക്റ്റ് ആയി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വേർഡ്സിലേക്ക് കടക്കുന്നത്. സോ അതാണ് പറയുന്നത്, ആദ്യം വലിയ അല്ലെങ്കിൽ ലാർജർ തിങ്സാണ് അവർക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും സാധിക്കുക. എന്നിട്ട് ഡെവലപ്മെൻറ്റ് ആയതിനു ശേഷം സ്മോൾ ട്രെൻഡ്. ക്ലിയർ? അടുത്തത് സിഫാലോ കോഡൽ ട്രെൻഡാണ്. ദെൻ പ്രോക്സിമോ ഡിസ്റ്റൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സിഫാലോ കോഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സിഫാലോ കോഡൽ ഡയറക്ഷൻ ഫ്രം ഹെഡ് ഡൗൺ ടു ടെയിൽ. എന്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഹെഡിൽ നിന്നും ടെയിലിലോട്ട്, തലയിൽ നിന്നാണ് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നിന്നാണ് ആദ്യമായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. എന്നിട്ട് താഴോട്ട് ടെയിലിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ കം ഫസ്റ്റ് ഇൻ ദ ഹെഡ് റീജിയൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് അതല്ലെങ്കിൽ ആക്ടിവിറ്റി ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ മസിൽ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? ഹെഡ് റീജിയനിലാണ്, തല ഭാഗത്തു നിന്നാണ്. എന്നിട്ട് അത് മെല്ലെ താഴോട്ട് ടെയിൽ റീജിയനിലോട്ട് പോവുകയാണ് ചെയ്യുക. ദെൻ ഇൻ ദ ട്രങ്ക് ആൻഡ് ലാസ്റ്റ് ഇൻ ദ ലെഗ് റീജിയൻ. ആദ്യം ഹെഡിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, നമ്മളെ നെക്ക് മസിൽസിനും അതുപോലെയുള്ള മസിൽസിനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എന്നിട്ട് അത് ആംസിലേക്ക് വരും അല്ലേ. ആദ്യം നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ തല അല്ലേ, കഴുത്തിലെ മസിൽസാണ് അല്ലെങ്കിൽ ഹെഡിൽ
ഹെഡ് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു മസിൽസിനാണ് ആദ്യം ഡെവലപ്മെൻറ്റ് വരിക ഹെഡ് റീജിയനിൽ. ദെൻ ആംസ്, പിന്നെ കൈകൾ ഇളക്കും, എന്നിട്ട് മാത്രമാണ് കാലുകളിലേക്ക് അല്ലേ ആദ്യം മുട്ടുകുത്താനും നിൽക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണ് കാല് ലാസ്റ്റാണ് കുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ കാലിലോട്ട് ലാസ്റ്റാണ് വരുന്നുണ്ടാവുക. ഈ ഒരു ട്രെൻഡ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആദ്യം ഹെഡ് റീജിയനിലാണ് എന്തുണ്ടാവുന്നത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്, എന്നിട്ട് ആംസിലോട്ട് വരും. ആംസ് മീൻസ് ട്രങ്ക് മീൻസ് ആംസ് ആണ് കേട്ടോ. നമ്മൾ കൈകളിലേക്കുള്ള മസിൽസ് ഡെവലപ്മെൻറ്റ് നടക്കും, എന്നിട്ട് മാത്രമാണ് നമ്മൾ ലെഗിലോട്ട് വരുന്നത്. ഓക്കെ, ടെയിൽ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലെഗിലോട്ട് വരുന്നത്. സോ എന്താണ്, ഹെഡ് റീജിയനിൽ നിന്നും ടെയിൽ അല്ലെങ്കിൽ ലെഗ് റീജിയനിലോട്ട് വരുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, സിഫാലോ കോഡൽ ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോക്സിമ ഡിസ്റ്റൽ. അപ്പോൾ പ്രോക്സിമോ ഡിസ്റ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്രോസസ് ഇൻ പ്രോക്സിമോ ഡിസ്റ്റൽ ഫ്രം സെൻറ്റർ ഓർ മിഡ് ലൈൻ ടു പെരിഫറി ഡയറക്ഷൻ. എന്താണ് ഈ ഒരു സെക്ഷനിൽ എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ സെൻട്രൽ മിഡ് ലൈനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ നടുഭാഗത്ത് നിന്നാണ് എന്ത് നടക്കുന്നത്, ആദ്യമായിട്ട് മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം നിയർ ടു ഫാർ ഔട്ട്വേർഡ് സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ടുവാർഡ്സ് ദ എക്സ്ട്രിമിറ്റീസ്. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നാണ് എന്ത് നടക്കുന്നത്, ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ബോഡിയിലുള്ള എല്ലാ ഭാഗത്തേക്കും എന്ത് നടക്കുകയാണ്, ഡെവലപ്മെൻറ്റ് ആക്സിസ് സെൻട്രൽ ബോഡി പാർട്ടിൽ നിന്നും ബാക്കി എല്ലാ ഭാഗത്തേക്കുമുള്ള ആക്സിസ് എത്തിക്കുക, എല്ലാ എക്സ്ട്രിമിറ്റീസിലേക്കും ഡെവലപ്മെൻറ്റ് എത്തുന്ന ഒരു രീതി. നമ്മുടെ മിഡിൽ പാർട്ടിൽ നിന്നും, അതായത് നമ്മുടെ മിഡിൽ പാർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ നട്ടല് അല്ലേ, മെയിൻ സെൻട്രൽ റീജിയനിൽ നിന്നും ബാക്കി എല്ലാ ഭാഗത്തേക്കും ശരിക്കും നമുക്ക് നമ്മുടെ സെൻട്രൽ റീജിയൻ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാനോ ഒന്നും സാധിക്കില്ല അല്ലേ. സെൻട്രൽ പാർട്ടിൽ നിന്നും ബാക്കി ശരീരത്തിലെ ബാക്കി എല്ലാ എക്സ്ട്രീമിറ്റീസിലേക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള എല്ലാ ലെവലിലേക്കും ഡെവലപ്മെൻറ്റ് എത്തുന്ന ഒരു രീതി, ദാറ്റ് ഈസ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിഡിൽ ലൈനിൽ നിന്നാണ് അതല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതിനുശേഷം അത് ബാക്കി എല്ലാ ഭാഗത്തിലേക്കും എത്തി ഡെവലപ്മെൻറ്റ് അതല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി, ദാറ്റ് ഈസ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ക്ലിയർ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാർജ് ടു സ്മോൾ ട്രെൻഡാണ്. വലുതിൽ നിന്നും ചെറുതിലേക്ക് അല്ലേ, വലിയ മസിൽസിൽ നിന്നും ചെറിയ മസിൽസിലേക്ക് ഡെവലപ്മെൻറ്റ് എത്തുന്ന ഒരു രീതി. ഓക്കെ, ബീയിങ് വിത്ത് ലാർജർ മസിൽസ് ഓഫ് ദ ഹാൻഡ് ആർ അപ്ലൈഡ് ആൻഡ് ഓൾ ഫിംഗേഴ്സ് ആർ യൂസ്ഡ് ടു പിക്കപ്പ് ആൻഡ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം ഹാൻഡിലെ വലിയ മസിൽസാണ് എന്തുണ്ടാവുന്നത്, ഡെവലപ്പ് ആവുന്നത്. എന്നിട്ട് ക്രമേണയാണ് ഫിംഗർ മസിൽസിലേക്ക് ഡെവലപ്മെൻറ്റ് എത്തുന്നത്. അങ്ങനെ പതിയെ എത്തുന്ന ഈ ഒരു ഡെവലപ്മെൻറ്റിലൂടെയാണ് കുട്ടികൾക്ക് ഒബ്ജക്ട്സ് ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്, കാണുന്ന വസ്തുക്കളൊക്കെ പിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം ലാർജർ മസിൽസ് ഡെവലപ്ഡ് ആയതിനു ശേഷം സ്മോൾ മസിൽസിലേക്ക് ഡെവലപ്മെൻറ്റ് എത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അവർക്ക് സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാനൊക്കെ സാധിക്കുന്നത്. ഓക്കെ, ലേറ്റർ ഓൺലി ദ സ്മോളർ മസിൽസ് ഓഫ് ദ തമ്പ് ആൻഡ് ദ ഫോർ ഫിംഗേഴ്സ്. അതിനുശേഷം മാത്രമാണ് എന്തുണ്ടാവുന്നത്, അവർക്ക് തമ്പിനും തള്ളവിരലിനും ബാക്കിയുള്ള ഫിംഗേഴ്സിനൊക്കെ ഡെവലപ്മെൻറ്റ് എത്തുന്നത്. അതിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവർക്ക് അപ്ലൈഡ് ഫോർ ദ പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്, ആദ്യം ലാർജ് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നതിന് ശേഷം അല്ലേ. നമ്മൾ കുട്ടികളെ കണ്ടാൽ തന്നെ നമുക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും, കുട്ടികളുടെ ഹാൻഡ്സാണ് ആദ്യം മൂവ് ആവുക, എന്നിട്ട് മാത്രമേ ഉള്ളൂ അവർ ഫിംഗേഴ്സും അതുപോലെ സ്മോൾ മസിൽസിൻ്റെ റിസ്റ്റ് മസിൽസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടന്നതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ഒബ്ജക്ട്സ് ഒക്കെ പിക്ക് ചെയ്യാനും അതുപോലെ അവരെ ഹാൻഡ് ഉപയോഗിച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നത്. സോ അതാണ് ലാർജ് ടു സ്മോൾ ട്രെൻഡ്. ആദ്യം വലിയ മസിൽസ് ഡെവലപ്ഡ് ആവും അല്ലെങ്കിൽ മൂവ് ചെയ്യും, അതിനുശേഷം സ്മോൾ മസിൽസിന് ഡെവലപ്മെൻറ്റ് എത്തും. എന്നാൽ മാത്രമേ അവർക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ? അടുത്തതായിട്ട് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ
ട്രെൻഡ്. ഒരു സൈഡിൽ നിന്നും രണ്ട് സൈഡിലേക്കും എത്തുന്ന ഒരു രീതി ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നാണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് കുട്ടികൾ ആദ്യം തന്നെ ഒരു കൈ യൂസ് ചെയ്തിട്ട് വസ്തുക്കൾ എടുക്കാനും അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ശ്രമിക്കും. എന്നിട്ട് മാത്രമേ ഉള്ളൂ, അത് നടക്കുന്നില്ല എങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും യൂണിലാറ്ററലായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ സ്പീഡ്, അല്ലേ, സ്പീഡ്, വേഗത, സ്ട്രെങ്ത് എന്താണ്, കരുത്ത്, അതുപോലെ കോർഡിനേഷൻ എന്താണ്, കോർഡിനേഷൻ, അല്ലേ, പരസ്പരമുള്ള ആ ഒരു കോർഡിനേഷൻ ഓഫ് ദ ഡെവലപ്മെൻറ്റ് ബൈലാറ്ററലി അറ്റ് ഫസ്റ്റ് ബട്ട് ഇറ്റ് ഗ്രാജുവലി ഗെറ്റ് ഫിക്സ്ഡ് ഇൻ എ യൂണിലാറ്ററൽ വേ. എങ്ങനെയാണ്, ആദ്യം ബൈലാറ്ററലി ആണ് കുട്ടികൾക്ക്, ബൈലാറ്ററലി മീൻസ് വൺ സൈഡ്, അല്ലേ, വൺ സൈഡിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റി അവർ ആദ്യമായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ബോത്ത് ദ സൈഡ്, രണ്ട് സൈഡും അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സപ്പോസ് കുട്ടി ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു കൈ വെച്ചിട്ട് കുട്ടി അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് അവൻ അത് വലിയ ബോളാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, ബോത്ത് ദ ഹാൻഡ് ഉപയോഗിച്ച് രണ്ട് സൈഡിൻ്റെയും ലാർജറായിട്ടുള്ള രണ്ട് സൈഡിൻ്റെയും മസിൽസ് കുനിഞ്ഞ് അവൻ്റേതായ രീതിയിൽ രണ്ട് സൈഡും യൂണിലാറ്ററലായിട്ട് അത് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആദ്യം ഒരു സൈഡായിരിക്കും അവർ ആക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ മൂവ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. എന്നിട്ട് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ബോത്ത് ദ സൈഡ് യൂണിലാറ്ററലായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. അടുത്തതായിട്ട് മാക്സിമം ടു മിനിമം ട്രെൻഡാണ്. ഏറ്റവും കൂടുതൽ ടു കുറവ്, അല്ലേ, കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് കുറവിലേക്ക് എത്തുന്ന ഒരു രീതി. അറ്റ് ഫസ്റ്റ് ടൈം മാക്സിമം എനർജി ഈസ് യൂസ്ഡ്. എന്താണ് പറയുന്നത്, കൂടുതലായിട്ട് അവർ എനർജി യൂസ് ചെയ്യും. മാക്സിമം എനർജി അവരൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ള എഫേർട്ട് മുഴുവൻ എടുത്തിട്ടുണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക. അവരുടെ മാക്സിമം എനർജി യൂസ് ചെയ്തിട്ട് ഫുൾ ഓഫ് എഫേർട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഗ്രാജുവലി എന്ത് ചെയ്യും, അവരത് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് പ്രാക്ടീസിൽ എത്തുകയാണ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ, ദെൻ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു മിനിമം എനർജി ഈസ് യൂസ്ഡ്. എന്താണ്, അത് പതിയെ കുറഞ്ഞിട്ട് പിന്നെ മിനിമം എനർജി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മാറും. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണ്. എക്സാമ്പിൾ എന്താണ്, ഇവിടെ റൈറ്റിംഗ് തന്നിട്ടുണ്ട്, അല്ലേ. സോ നമ്മൾ കുട്ടി റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം എന്താണ്, ആ കുട്ടിക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എന്താണ്, കുട്ടിക്ക് റൈറ്റിംഗ് അറിയില്ല, അല്ലേ. അപ്പോൾ കുട്ടി തുടക്കത്തിൽ എന്ത് ചെയ്യണം, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അവൻ്റെ ഫുൾ ഓഫ് എഫേർട്ട് ഇട്ട് കൊടുക്കണം. അവൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിലേക്ക് ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആവുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എനർജി കുറയുന്നത്. കുറച്ച് അവൻ എഫേർട്ട് ഇട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവൻ എന്തുള്ളൂ, ഈസി ആയിട്ട് അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി എഴുതാനുള്ള ആ ഒരു റൈറ്റിങ്ങിനുള്ള സ്കില്ല് ഉണ്ടായി കഴിയുമ്പോഴാണ് അത് മിനിമത്തിലേക്ക് എത്തുന്നത്, അല്ലേ. തുടക്കത്തിൽ മാക്സിമം എനർജിയോട് കൂടിയിട്ടാണ് കുട്ടികളെ ഇവിടെ ഒരു എക്സാമ്പിൾ റൈറ്റിംഗ് ആണെന്നേ ഉള്ളൂ. കുട്ടികൾ എന്ത് കാര്യമായാലും എന്താണ്, അവർ മാക്സിമം എഫേർട്ട് ആദ്യം എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്ക് പിന്നെ എന്തിലേക്ക്, മിനിമത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ അതാണ് മാക്സിമം ടു മിനിമം ട്രെൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ. ആദ്യം എന്താണ്, മാക്സിമം എനർജി ആവശ്യമാണ്, എന്നിട്ട് അതിൽ നിന്നും മിനിമത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ടീച്ചേഴ്സ് റോളാണ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഫോർ എൻഹാൻസിങ് സെൻസറി ആക്ടിവിറ്റീസ് ആൻഡ് ഐ ഹാൻഡ് കോർഡിനേഷൻ. എന്താണ്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ടീച്ചർ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ സെൻസറി ആക്ടിവിറ്റീസ്, അവരുടെ സെൻസസ് ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടീച്ചർ നല്ല രീതിയിലുള്ള മെത്തേഡ്സൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും കൈയും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ഹാൻഡ് ഉപയോഗിച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ടീച്ചേഴ്സ് കൂടുതൽ
അത്തരം മെത്തേഡ്സ് ടീച്ചർ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഓർഗനൈസ് അപ്രോപ്രിയേറ്റ് പ്ലേ ആക്ടിവിറ്റീസ്, കളിക്കാനുള്ള അവസരങ്ങൾ അല്ലേ, അവർക്ക് നല്ല രീതിയിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കലി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഗെയിംസ് പോലെയുള്ള പ്ലേ ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ് ഫോർ ബിഗിനേഴ്സ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പുതിയ ഗെയിമുകൾ അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസ്, മോട്ടോർ അല്ലെങ്കിൽ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റീസ്, കുട്ടികളെ സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. ഓക്കെ, അവരെ പിടിച്ചിരുത്താതെ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിരിക്കാതെ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് സ്വയം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കലി മോട്ടോർ ഡെവലപ്മെൻറ്റൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കുക. അതുപോലെ ഗീവ് മോഡറേറ്റ് സൂപ്പർവിഷൻ, ആവശ്യത്തിന് മാത്രം നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ ബാലൻസ് ഗൈഡൻസ്, ഒരാവശ്യത്തിന് മാത്രം ഗൈഡൻസ് കൊടുക്കുക. എല്ലാത്തിലും കയറിയിട്ട് ഇടപെടാതെ ടീച്ചർ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അവരെ സ്വയം ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. എല്ലാതും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കൂടെ നടന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവരെ സൂപ്പർവൈസ് ചെയ്യാതെ അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം ഗൈഡൻസും സൂപ്പർവിഷനൊക്കെ കൊടുത്തിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസും കൊടുക്കുക. എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യാതെ അല്ലെങ്കിൽ മൊത്തത്തിൽ കുട്ടി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കാതെ അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് മോട്ടിവേഷനോ ഗൈഡൻസോ കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം ഗൈഡൻസും സൂപ്പർവിഷനും കൊടുത്തിട്ട് വളരെ അത്യാവശ്യം വരുമ്പോൾ മാത്രം ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് അതല്ലെങ്കിൽ അവരെ തിരുത്താനൊക്കെ ഫുൾ ടൈം അവരെ തിരുത്താൻ മാത്രം ശ്രമിക്കാതെ ചെറിയ തോതിലുള്ള ഗൈഡൻസൊക്കെ കൊടുത്തിട്ട് അവർ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഗൈഡൻസും സൂപ്പർവിഷനും ക്രിറ്റിസിസും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ആക്ടിവിറ്റീസിൽ മുഴുകിപ്പിക്കുക. ഓക്കെ, അതാണ് ടീച്ചർ ചെയ്യേണ്ട മെയിനായിട്ടുള്ള റോൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടീച്ചേഴ്സിൻ്റെ റോൾ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു പോയിൻറ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, നമ്മളെ മോട്ടോർ അല്ലെങ്കിൽ മസിൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളും കൂടെ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്, ഏജാണ്. ഓക്കെ, ഏജ് നമ്മളെ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് എന്തില്ല, മോട്ടോർ ഡെവലപ്മെൻറ്റിന് തടസ്സം വന്നേക്കാം. ഓക്കെ, അടുത്തത് എക്സസൈസാണ്. എക്സസൈസ് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ എന്തില്ല, പ്രോപ്പറായിട്ട് മോട്ടോർ ഡെവലപ്മെൻറ്റ് നടക്കില്ല. ഇനി നല്ല രീതിയിൽ എക്സസൈസസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും. അടുത്തത് ജെൻഡറാണ്. ജെൻഡർ മീൻസ് ആൺപെൺ വ്യത്യാസം അല്ലേ. അതും മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ. സാധാരണയായിട്ട് നമ്മൾ ഈ മുമ്പ് പഠിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റിലൊക്കെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ ഡെവലപ്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത്. സോ അങ്ങനെ ജെൻഡറും മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് അല്ലേ, സോഷ്യലും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ഘടന മനുഷ്യന്മാരുടെ അല്ലേ, കുട്ടികളുടെ. അപ്പോൾ സോഷ്യലി ഇക്കണോമിക്കലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, വെൽ ബീയിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കും. അത് നല്ല സെറ്റിലല്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യലി ഇക്കണോമിക്കലി വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. ഓക്കെ, അടുത്തത് ഗുഡ് ഹെൽത്താണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്തോറും മോട്ടോർ ഡെവലപ്മെൻറ്റ് നടക്കും അല്ലേ. സോ ആക്ടിവിറ്റീസ് കുറയുന്നതിനനുസരിച്ച് ഹെൽത്തി അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകും. സോ അപ്പോൾ മോട്ടോർ ഡെവലപ്മെൻറ്റും കുറയും. ഓക്കെ, അടുത്തതായിട്ട് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇഞ്ചുറീസ് അല്ലേ. ആക്സിഡൻസിലൂടെയോ ഇഞ്ചുറീസിലൂടെയോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ അത് തടസ്സപ്പെടുത്തും. ഓക്കെ, ദെൻ ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്, ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഹെൽത്തി എന്ന് പറഞ്ഞില്ലേ, ദ സെയിം തിങ് തന്നെ അല്ലേ. ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും അല്ലേ. ശാരീരികപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. സോ ആക്ടിവിറ്റീസിലൂടെയാണ് നടക്കുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ ഫിസിക്കലി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ അത് തടസ്സപ്പെടുത്താം. ഓക്കെ, അതുപോലെ ജെനറ്റിക്സ് അല്ലേ, പാരമ്പര്യപരമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ബാധിക്കും,
മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നത്. സോ ഇതൊക്കെ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇത്രയാണ് 5th ചാപ്റ്ററിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. സോ നമ്മൾ 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6th ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.